ഹലോ ഫ്രണ്ട്സ്, പൂക്കാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഹെയർ കെയറിനെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഹെയർ കെയർ അഥവാ മുടി സംരക്ഷണത്തിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അത് കാണാതെ ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങളത് കാണണം കേട്ടോ. തന്നെയല്ല, കാണുക മാത്രമല്ല, നിങ്ങളത് ഉറപ്പായിട്ട് ചെയ്യണം കേട്ടോ. ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ മുടി കൊഴിച്ചിലുണ്ടോ, മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും കുറച്ചുകൂടെ സന്തോഷമാവും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ടിപ്പ് പറയാം അല്ലേ. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വീട്ടിലുള്ള അരിപ്പൊടിയില്ലേ, അരിപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ സ്ക്രബാണ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ അരിപ്പൊടിക്ക് ഒരു തരിതരിപ്പുണ്ട്. അപ്പം നമ്മളുടെ ഈ മൂക്ക് ഭാഗത്തൊക്കെ എപ്പോഴും കുറച്ച് കാരയും അങ്ങനത്തെ ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഈ അരിപ്പൊടി വളരെ നല്ലതാണ്. എത്ര പേരത് ചെയ്യുന്നുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഈ കടലമാവിൻ്റെ കാര്യവും പയറുപൊടിയുടെ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ അരിപ്പൊടിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. അരിപ്പൊടി ഒന്നെങ്കിൽ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അകത്തോട്ട് ഈ അരിപ്പൊടി കുറച്ച് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് പോലെ തന്നെ നമ്മുടെ മുഖത്ത് നമുക്ക് ഉപയോഗിക്കാം. നെറ്റി ഭാഗം, മൂക്ക് ഒക്കെ നല്ലതായിട്ട് ക്ലിയർ ആകും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും വീണ്ടും ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയേക്കാം. മുടി കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തന്നെയാണ്. എണ്ണ ഉപയോഗിക്കേണ്ടവരുണ്ട്, ഉപയോഗിക്കേണ്ടാത്തവരുണ്ട്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഈ തലയോട്ടി അഥവാ സ്കാൽപ്പ് എന്ന് പറയുന്ന ഓയിലിയാണ്. എണ്ണ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കാൽപ്പാണ്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ തലയോട്ടിയിലേക്ക് വീണ്ടും എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് അത് കുറച്ചും കൂടി ദൂഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല. അതേ സ്ഥാനത്ത് വരണ്ട തലയോട്ടി ഉള്ളവരുണ്ട്, അഥവാ വരണ്ട സ്കാൽപ്പ്, ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എണ്ണ ഇടുമ്പം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഈ വിരലിൻ്റെ അറ്റം കൊണ്ട്, നഖം കൊണ്ടല്ല, വിരലിൻ്റെ അറ്റം കൊണ്ട് വേണം നമ്മളുടെ തലയോട്ടി നന്നായിട്ട്, സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും, നമ്മളുടെ മുടി നല്ല ബലപ്പെടും, മുടി കൊഴിച്ചിലിനെ അത് തടയും. അതുപോലെ തന്നെ നല്ലപോലെ രക്തയോട്ടം ഉണ്ടാവും. അപ്പം വീണ്ടും മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കും. പിന്നെ നമ്മൾ മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുരുഷന്മാരെ സംബന്ധിച്ച് മുടി ചെറുതാണ്. അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മുടി അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തലയിലേക്ക് വെള്ളം ഈ ഷാമ്പു ഇടുക, വാഷ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഷാമ്പു ഇടേണ്ട രീതി ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ചിലരിങ്ങനെ മുടി മുഴുവൻ താഴോട്ടിട്ട് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ നല്ലപോലെ തലയോട്ടി ഇങ്ങനെ മസാജ് ചെയ്ത് കഴുകി കളയുന്നവരുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിവർന്ന് നിന്ന് തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് വെള്ളം ഒഴിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ സാധാരണ താഴോട്ടിട്ട് തല കഴുകാറില്ല. ഞാനിങ്ങനെ പുറകോട്ടിട്ടാണ് ഇങ്ങനെയാണ് തല കഴുകാറ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ ചെട അഥവാ ടാങ്കിൾസ് ഒക്കെ വീഴും. അതേ സ്ഥാനത്ത് നിവർന്ന് ഇങ്ങനെ നിന്നാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മുടി അധികം പോകാതെയൊക്കെ അത് സൂക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് വേണം നമ്മൾ ഈ ഷാമ്പു ഇടുമ്പോൾ കഴുകാൻ. ഇപ്പോൾ ഇനിയും ഷാമ്പു യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷാമ്പു എന്ന് പറയുന്നത് നിങ്ങളുടെ തലമുടിക്ക് ഇണങ്ങുന്ന ഷാമ്പു ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. അതായത് എണ്ണമയം കൂടുതലുള്ള മുടിയാണെങ്കിൽ ഡീപ്പ് ക്ലെൻസിങ് ആയിട്ടുള്ള ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ എണ്ണമയം കുറേ അതങ്ങ് വലിച്ചു കളയും. അതേ സ്ഥാനത്ത് ഡ്രൈ ആയിട്ടുള്ള മുടി അഥവാ വരണ്ട മുടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഡീപ്പ് ക്ലെൻസിങ് ഷാമ്പു ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നിങ്ങളുടെ മുടി കുറച്ചും കൂടി ചകിരി മാതിരിയാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ചേരുന്ന ഷാമ്പു ഏതാണെന്ന് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കൂടുതലും ബ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിനിക് പ്ലസ് ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലിനിക് പ്ലസ് എന്ന് പറയുന്ന ഷാമ്പു ഭയങ്കര ഡീപ്പ് ക്ലെൻസിങ് ആയിട്ടുള്ള ഷാമ്പു ആണ്. എണ്ണയുടെ കണ്ടന്റ് അഥവാ മോയ്സ്ചർ മുഴുവൻ എടുത്ത് കളയാൻ അത് സഹായിക്കുന്നു. എൻ്റെ മുടിയിലൊക്കെ കുറച്ചും കൂടി എണ്ണമയം കൂടുതലുള്ള മുടി ആയതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്താൻ അത് സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു വളരെ നന്നായിട്ട് തോന്നി. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഷാമ്പു ലോറിയലിൻ്റെ തന്നെയാണ്. ലോറിയലിൻ്റെ പല ഫ്ലേവറിലുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട്. കെരാറ്റിൻ സ്ട്രെയിറ്റ്, പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ, പിന്നെ ഡാമേജ് ഹെയറിനുള്ള ടോട്ടൽ റിപ്പയർ എന്ന് പറഞ്ഞൊരു ഷാമ്പു, ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം എനിക്ക് നല്ലതായിട്ട് തോന്നി. ലോറിയലിൻ്റെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ഇച്ചിരി വില കൂടിയ സാധനമാണ്. പക്ഷേങ്കിൽ നമ്മളുടെ മുടിക്ക് വലിയ ഡാമേജ് ഇല്ലാതെ നമ്മളുടെ മുടിയെ സംരക്ഷിക്കാൻ അത് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഷാമ്പു യൂസ് ചെയ്യുന്നപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു മഗ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇത്ര എമൗണ്ട്, ഇത്ര കുറച്ച് മതി കേട്ടോ, ഇത്ര എമൗണ്ട് നമ്മൾ ഷാമ്പു ഇടുക. ഈ ഷാമ്പു നമ്മൾ നല്ലപോലെ ലാദർ ചെയ്തെടുക്കണം, അതായത് പതച്ചെടുക്കണം. നല്ലപോലെ ഇങ്ങനെ പതച്ചെടുക്കുക. ഇങ്ങനെ പതച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം ഷാമ്പു നമ്മൾ നേരെ നമ്മളുടെ മുടിയിലേക്ക് ഇടാൻ പാടില്ല. നമ്മളുടെ മുടിയിലേക്ക് ഇടുമ്പോൾ നമ്മൾ വെള്ളമായിട്ട് ചേർന്ന് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ചെറിയ മഗ്ഗാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ മഗ്ഗിന് ഒരു 3/4 മഗ് വെള്ളം എടുത്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന മഗ് കുറച്ചും കൂടി വലിയതാണെങ്കിൽ ഒരു 1/2 മഗ് വെള്ളം മതിയാവും. 1/2 മഗ് വെള്ളത്തിൻ്റെ അകത്തോട്ട് വേണം ഇത്രയും ഷാമ്പു നമ്മൾ മിക്സ് ചെയ്യാൻ. അപ്പം മിക്സ് ചെയ്യുക, നല്ലപോലെ അത് പതപ്പിക്കുക. പിന്നെ ഈ പതപ്പിച്ച ഈ വെള്ളം നമ്മൾ കുറേശ്ശെ നമ്മളുടെ തലയോട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തലയോട്ടി ആദ്യം നല്ലപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് തലയോട്ടിയിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് വേണം നമ്മളിത് താഴോട്ട്, തലയോട്ടിയിൽ നിന്നുള്ള ഈ ഷാമ്പുവിൻ്റെ വെള്ളം വേണം നമ്മളുടെ മുടിയിലേക്ക് പോകാൻ. അതിനുശേഷം നമ്മൾ ഈ ഷാമ്പു അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക. വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത കാര്യം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കണ്ടീഷണറും ഈ സെയിം കമ്പനിയുടെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കണ്ടീഷണർ ഉപയോഗിക്കാം. പക്ഷേ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുടിക്ക് മോയ്സ്ചർ കണ്ടന്റ് തരാൻ വേണ്ടിയാണ്. അഥവാ നമ്മളുടെ മുടിക്ക് കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് ഒക്കെ തരാനും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഇച്ചിരി ജീവനുള്ള മാതിരി, ഒത്തിരി ചകിരി മാതിരിയൊക്കെ ഇരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കണ്ടീഷണർ. അപ്പോൾ ഈ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോഴത്തേന് വളരെ കുറച്ച് എമൗണ്ട്, തന്നെ ഇത്ര എമൗണ്ട് മതിയാവും. അപ്പോൾ ഇത്ര എമൗണ്ട് കണ്ടീഷണർ എടുക്കുക. ഈ കണ്ടീഷണർ നമ്മൾ 2 കൈയിൽ ഇങ്ങനെ തൂത്തതിന് ശേഷം നമ്മളുടെ തലമുടിയുടെ അറ്റം മുതൽ മേളിലേക്ക് നമ്മൾ നല്ലപോലെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തലയോട്ടിയിൽ അഥവാ സ്കാൽപ്പിൽ നമ്മൾ കണ്ടീഷണർ ഇട്ട് കൊടുക്കരുത്. നമ്മൾ മുടിയിലാണ് കണ്ടീഷണർ ഇട്ട് കൊടുക്കേണ്ടത്. മുടി കണ്ടീഷണർ ഇട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമ്മൾ മുടി ഇങ്ങനെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ ഈ കണ്ടീഷണറും മുഴുവനായിട്ട് കഴുകി കളയുക. കണ്ടീഷണറിൻ്റെ ചെറിയ ഭാഗം ഇരുന്നാൽ നമ്മുടെ മുടിക്ക് കുറച്ചുകൂടെ, മുടി ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ അത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ച് കണ്ടീഷണറിൻ്റെ ഭാഗം ഇരിക്കുകയാണെങ്കിൽ നല്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മുടിയിലെ മുഴുവൻ കണ്ടീഷണറും കഴുകി കളയുക. അതിനുശേഷം നമ്മുടെ മുടി നല്ലപോലെ തോർത്തി ഒപ്പിയെടുക്കുക. തോർത്തുമ്പോഴേ ശ്രദ്ധിക്കുക നമ്മുടെ മുടി ഒത്തിരി നഷ്ടപ്പെടാതെ, റാഷ് ആകാതെ നമ്മൾ മുടി തൂത്തെടുക്കുക. ഇതാണ് നമ്മൾ മുടി കഴുകേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്ത് ഒരു കൊച്ചു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കി നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.